ലോകത്തിനു മുമ്പിൽ നാണം കെട്ട് നിന്ന ഒരു കോർപ്പറേഷനായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ, ആര് കാരണമാണ് എന്ന് ചോദിച്ചാൽ, അത് ഏവർക്കും, അത് തിരുവനന്തപുരത്തുകാർക്ക് മാത്രമല്ല, കേരളത്തിലുള്ള എല്ലാവർക്കും, വിദേശങ്ങളിലുള്ള മലയാളികൾക്ക് പോലും അറിയാവുന്ന ഒരു കാര്യമാണ്. ആര്യ രാജേന്ദ്രൻ കാരണമാണ് തിരുവനന്തപുരത്തുകാർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാക്കിയത്. അത്രത്തോളം പേരുദോഷമാണ് ഉണ്ടാക്കിയത്. അധികാരത്തിൽ വന്നപ്പോൾ എന്താണ് പറഞ്ഞത്? ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്നൊക്കെ CPM-കാർ കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന് പട്ടാഭിഷേകം നടത്തിയതാണ് ഈ മേയർ ആര്യ രാജേന്ദ്രൻ. അവസാനം വന്നപ്പോൾ എന്തു പറ്റി? ഈ ആര്യ രാജേന്ദ്രന് തെരഞ്ഞെടുപ്പ് കാലത്ത് സ്ഥാനാർത്ഥികൾ, CPM സ്ഥാനാർത്ഥികൾ അവരുടെ വാഹനത്തിൽ പോലും കയറ്റിയില്ല എന്നുള്ളതാണ്. നേമം മണ്ഡലത്തിൽ മത്സരിച്ച മന്ത്രി ശിവൻകുട്ടി അറിയാതെ ആര്യ രാജേന്ദ്രൻ ആ വാഹനത്തിൽ ചാടിക്കേറി. അത് കാരണം എന്തു പറ്റി? തൻ്റെ 1000 വോട്ട് പോയി എന്നാണ് അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞിട്ടുള്ളത്. പിന്നെ ആര്യ രാജേന്ദ്രൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വിപത്തുകൾ എന്താണ് എന്നുള്ളത് എണ്ണി പറയേണ്ട കാര്യമില്ല. പലവട്ടം ഞാനും എന്നെപ്പോലുള്ളവരും ഒക്കെ തന്നെ പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളതാണ്. അത് കേരളത്തിലുള്ളവർക്ക് മനഃപ്പാഠമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ആര്യ രാജേന്ദ്രന് പിന്നെ ഇങ്ങനെ ഒരു മൂലക്കിരുത്തിയതും ആര്യ രാജേന്ദ്രന്റെ കെട്ടിയോൻ സച്ചിൻ ദേവിനെയും ഒരു മൂലക്കിരുത്തിയതും അതുകൊണ്ടാണ്. പിന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ BJP-യുടെ കൈകളിലേക്ക് എത്തിച്ചു കൊടുത്തതും ആര്യ രാജേന്ദ്രന്റെ ഒരു കഴിവ് തന്നെയാണ്. എന്തായാലും ദീർഘകാലമായിട്ട് CPM-ന്റെ ഭരണത്തിൽ നിന്നിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ മോചിപ്പിക്കപ്പെട്ടപ്പോൾ തന്നെ തിരുവനന്തപുരത്തുകാർ ഏറെ സന്തോഷിച്ചു. കാരണം തിരുവനന്തപുരത്തുകാർക്ക് വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാകാറില്ല. കാരണം MP ആയിട്ട് വിജയിച്ചു പോകുന്ന ആള് എപ്പോഴും തിരുവനന്തപുരത്തിൻ്റെതായിട്ടുള്ള ആളായിരിക്കത്തില്ല, ഏതെങ്കിലും ഒരു വരുത്തന്മാരായിരിക്കും. ഏറ്റവും അവസാനം ഇപ്പോൾ നിലവിലുള്ള ശശി തരൂര് തന്നെ നോക്ക്, പലവട്ടമായിട്ട് ജയിച്ചു പോകുന്നു. തിരുവനന്തപുരത്തിന് വേണ്ടി ഒരു പുണ്ണാക്കം ചെയ്യാറില്ല എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചെടുത്തു കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾ മുഴുവൻ മാറി എന്നുള്ളതാണ്. കോർപ്പറേഷന്റെ മേയറായിട്ട് ആര് വരണമെന്നുള്ള കാര്യത്തിലൊക്കെ തർക്കമുണ്ടായി. മേയർ ആയിട്ട് VV രാജേഷിന്റെ പേര് പറയുന്നു, അതിനോടൊപ്പം തന്നെ ശ്രീലേഖ. രണ്ടുപേരും ഒന്നിനൊന്നും മികച്ചവർ തന്നെയാണ്. ശ്രീലേഖയുടെ പ്രൊഫൈൽ ഒരു തരത്തിൽ, VV രാജേഷിന്റെ പ്രൊഫൈൽ മറ്റൊരു തരത്തിലാണ്. രണ്ടുപേരും സർവ്വതാ യോഗ്യർ തന്നെയാണ്. എന്തായാലും മേയറായിട്ട് VV രാജേഷ് വന്നു, കാര്യങ്ങളൊക്കെ അങ്ങോട്ട് മാറാൻ തുടങ്ങി എന്നുള്ളതാണ്. തിരുവനന്തപുരത്ത് പല കാര്യങ്ങളിലും പലപ്പോഴും പിന്നിൽ നിന്നിരുന്നതാണ്. ഇപ്പോൾ മേയർ VV രാജേഷ് വന്നു, തിരുവനന്തപുരത്ത് തന്നെ പല കാര്യങ്ങളിൽ ഇടപെട്ടു എന്നുള്ളതാണ്. ആറ്റുകാൽ പൊങ്കാല സമയത്ത് പാർക്കിങ്ങിന്റെ പേരിൽ പിന്നെ ഭക്തരുടെ കയ്യിൽ നിന്ന് ഈടാക്കിയിരുന്ന വൻ തുക, അതിനെയൊക്കെ ചോദ്യം ചെയ്തുകൊണ്ട് തന്നെ VV രാജേഷ് അവിടെ എത്തുന്നു. അതുപോലെ തന്നെ പാളയം കണ്ണിമേറ മാർക്കറ്റിലെ അനധികൃത നിർമ്മാണം, CPM-കാരുടെ ഗുണ്ടാ പിരിവ്, ഇതിലൊക്കെ ഇടപെട്ടത് നിർത്തലാക്കിച്ചു. അങ്ങനെ മേയർ സജീവമായിട്ട് തിരുവനന്തപുരത്തെ 101 വാർഡുകളിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ സ്കൂൾ തുറക്കാറായി നിൽക്കുന്ന ഈ സമയത്ത് മേയർ കെയർ എന്ന ഒരു പദ്ധതി, അതായത് സ്കൂൾ തുറക്കലുമായിട്ട് ബന്ധപ്പെട്ടത് മാത്രമല്ല, തിരുവനന്തപുരത്തിലെ സാധാരണപ്പെട്ട അല്ലെങ്കിൽ പ്രത്യേകിച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് മേയർ കെയർ എന്ന പദ്ധതി കോർപ്പറേഷൻ്റേത് ആയിട്ടുള്ളതാണ്. അതിലേക്ക് പിന്നെ ആരുടെ കയ്യിൽ നിന്നും പണം ഇങ്ങോട്ട് വാങ്ങുകയല്ല ചെയ്യുന്നത്. ഇപ്പോൾ സ്കൂൾ തുറക്കാറായിരിക്കുന്ന അവസരത്തിൽ പലരും പണം നൽകാമെന്ന് പറഞ്ഞു. കാരണം പാവപ്പെട്ട വിദ്യാർത്ഥിനികൾക്ക് സഹായം നൽകുന്നതിന് വേണ്ടി. വേണ്ട, അവർക്ക് അതിനാവശ്യമായിട്ടുള്ള സ്കൂൾ തുറക്കുന്ന സമയത്ത് വേണ്ട തരത്തിലുള്ള
ഒരു കിറ്റായിട്ട് തന്നെ അവർക്ക് കൊടുക്കാം. ഒരു സ്കൂൾ ബാഗ്, അതിനകത്ത് പിന്നെ അവർക്ക് വേണ്ടതായ പിന്നെ കിറ്റിൽ സ്കൂൾ ബാഗ്, നോട്ട്ബുക്കുകള്, ഇൻസ്ട്രുമെന്റ് ബോക്സ്, ടിഫിൻ ബോക്സ്, വാട്ടർ ബോട്ടില്, കുട എന്നിവ അടങ്ങിയതാണ് ഈ കിറ്റ്. അത് ഏതാണ്ട് ഒരു 1000 രൂപ വില വരുന്നതാണ്. ഇത് എങ്ങനെ സമാഹരിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ഈ ടാൻസാനിയയിൽ നിന്ന് വലിയൊരു സംഭാവന ലഭിച്ചിട്ടുണ്ട്. അത് മേയർ കെയറിലേക്ക് തന്നെ വന്നു. അത് ഇത്തരത്തില് അത് 3 ലക്ഷം രൂപ ഇത്തരത്തിൽ സഹായമായിട്ട് നൽകി. അത് രൂപയായിട്ടല്ല, അത് ഇത്തരത്തിൽ പറഞ്ഞ തരത്തിലുള്ള പിന്നെ വേണ്ട പിന്നെ സ്കൂൾ ഉപകരണങ്ങളായിട്ട് തന്നെ നൽകി എന്നുള്ളതാണ്. അത് അത്രത്തോളം കാര്യങ്ങൾ സുതാര്യമാക്കി എന്നുള്ളതാണ്. 101 വാർഡുകളിൽ നിന്ന് 5050 കുട്ടികൾക്കാണിത് ഈ കിറ്റ് വിതരണം ചെയ്തിരിക്കുന്നത്. അതായത് സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. അത് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഒക്കെ സഹായത്തോടു കൂടിയാണ് 101 വാർഡുകളിൽ നിന്ന് ഇത്തരത്തിൽ കുട്ടികളെ തിരഞ്ഞെടുത്തിരിക്കുന്നതും. അത് വിതരണം ചെയ്തത് തന്നെ അതാത് വാർഡുകളിലെ കൗൺസിലർമാരെ തന്നെയാണ്. അല്ലാതെ ഈ BJPയുടെ കൗൺസിലർമാരെ മാത്രം അണിനിരത്തിക്കൊണ്ടോ ഒന്നുമല്ല. CPMന്റെ കൗൺസിലറായാലും പിന്നെ കോൺഗ്രസിന്റെ കൗൺസിലറായാലും ഏത് പാർട്ടിയുടെയും കൗൺസിലർമാരായാലും അവരെയൊക്കെ നിർത്തിക്കൊണ്ട് തന്നെ ഈ കൗൺസിലർമാരെല്ലാവരും കൂടി ചേർന്നുകൊണ്ടാണ് ഇത് പിന്നെ സ്കൂൾ ബാഗിനകത്ത് ഈ കാര്യങ്ങൾ, കുട്ടികൾക്ക് വേണ്ടതായ ഈ സ്കൂൾ ഉപകരണങ്ങളൊക്കെ തന്നെ അത് പിന്നെ നേരായ രീതിയിൽ ഓർഡറാക്കിക്കൊണ്ട് പിന്നെ ഇതെല്ലാം ശേഖരിച്ചതും അതുപോലെ തന്നെ കുട്ടികൾക്ക് കൊടുക്കാൻ തയ്യാറാക്കി വെച്ചതും ഒക്കെ തന്നെ. അപ്പൊ ഇതിനകത്ത് ഈ കോർപ്പറേഷൻ പ്ലാൻ ഫണ്ടോ തനത് ഫണ്ടോ ഉപയോഗിക്കാതെയാണ് കിറ്റ് വിതരണം ചെയ്തത്. അത് അങ്ങനെ കോർപ്പറേഷനെ സഹായിക്കാനായിട്ട് സന്മനസ് കാണിക്കുന്ന വ്യക്തികളിൽ നിന്ന് ഉൽപ്പന്നമായിട്ട് സ്വീകരിച്ചുകൊണ്ടാണ് കിറ്റുകൾ വിതരണം ചെയ്തിരിക്കുന്നത്. അല്ലാതെ പണമായിട്ട് വാങ്ങുകയല്ല. പണമായിട്ട് വാങ്ങുമ്പോൾ അതിനകത്ത് പലർക്കും പലതരത്തിലുള്ള സംശയം ഉണ്ടാകും. ഉൽപ്പന്നങ്ങളായിട്ട് വാങ്ങുകയാണ്. ഇപ്പോൾ സ്കൂൾ തുറക്കുന്ന ഈ വേളയിൽ സ്കൂൾ കുട്ടികൾക്ക് ആവശ്യമായുള്ള കിറ്റുകളായിട്ട് തന്നെ വാങ്ങിച്ചു. ഉപകരണങ്ങൾ, നോട്ട്ബുക്ക്, ഇൻസ്ട്രുമെന്റ് ബോക്സ്, വാട്ടർ ബോട്ടില്, കുട, അങ്ങനെ തന്നെ വാങ്ങുകയാണ്. ഈ പണമായിട്ട് വാങ്ങിച്ചതൊക്കെയാണ് കുഴപ്പം ഉണ്ടാക്കിയിട്ടുള്ളത്. ആര്യ രാജേന്ദ്രനൊക്കെ നമുക്കറിയാം. ഇല്ലാത്ത പൊങ്കാലയ്ക്ക് ലക്ഷക്കണക്കിന് രൂപ എഴുതിയെടുക്കാനുള്ള ശ്രമം നടത്തിയതും ഒക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ ഇത്തരത്തിൽ അതുപോലെ തന്നെ ചിലർ വീട് വെച്ചു കൊടുക്കാമെന്നുള്ള രീതിയിൽ പണം നൽകി. അങ്ങനെ വയനാട്ടിൽ ഒരു വീട് വെച്ചു കൊടുക്കാനുള്ള കാര്യങ്ങളെല്ലാം പൂർത്തിയായിരിക്കുകയാണ്. ഇനിയും ചിലർ വീട് വെച്ചു കൊടുക്കാനായിട്ട് തയ്യാറെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മേയർ കെയർ എന്ന് പറയുന്ന ഈ പദ്ധതി തുടർന്നുകൊണ്ടേയിരിക്കും. കാരണം ഇപ്പോൾ സ്കൂൾ തുറക്കുന്ന സമയം, അത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഓണമൊക്കെ എത്തുന്ന സമയത്ത് ഇതുപോലെ 101 വാർഡുകളിലെ സാമ്പത്തികമായിട്ട് വളരെ പിന്നാക്കം നിൽക്കുന്നവർക്ക് ഒരുപക്ഷെ സംസ്ഥാന സർക്കാർ കൊടുക്കാൻ തയ്യാറായില്ലെങ്കിൽ തിരുവനന്തപുരത്തിന്റെ മേയർ കിറ്റ് കൊടുത്തു എന്ന് വരാം, ഭക്ഷ്യ കിറ്റ് കൊടുത്തു എന്ന് വരാം. അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിന് കൊടുക്കാൻ ഒരു ത്രാണിയില്ല എന്നുള്ളത് നമുക്കറിയാം. കാരണം അവർ തന്നെ തെരഞ്ഞെടുപ്പ് വേളയിൽ വലിയ വാഗ്ദാനങ്ങളൊക്കെ നൽകി സൗജന്യ പെരുമഴ കൊടുത്തിരിക്കുകയാണ്. അതെല്ലാം കൂടി കൊടുത്തു വരുമ്പോഴത്തേക്കും ഖജനാവ് ഒന്നുകൂടി കാലിയാകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. അങ്ങനെയുള്ള അവസരത്തിൽ ഒരു ഓണക്കാലത്ത് ഒരു ഭക്ഷ്യക്കിറ്റിലേക്ക് വരാൻ സാധ്യതയില്ല. അപ്പോൾ ഇതുപോലെ തിരുവനന്തപുരത്തിന് സഹായിക്കാൻ വേണ്ടി തിരുവനന്തപുരം കോർപ്പറേഷന് വേണ്ടിയിട്ട് കൊടുക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ലോകത്തിന്റെ പലയിടങ്ങളിലുള്ളവരുണ്ട്, പ്രവാസി മലയാളികളുണ്ട്. അവരിങ്ങോട്ടേക്ക് അത് പണമായിട്ടല്ല, ഇനിയും പണമായിട്ട് വാങ്ങിക്കഴിഞ്ഞാൽ പ്രതിപക്ഷത്തിന് പലതും പറയാനുണ്ടാകാം. അത് ഒഴിവാക്കി VV രാജേഷ്. എനിക്ക് തോന്നുന്നു VV രാജേഷ് ഇതിലൂടെ ഇനി തിരുവനന്തപുരം കോർപ്പറേഷൻ നിലനിർത്തിക്കൊണ്ടേയിരിക്കും. ഇനിയും കൈമോശം വരില്ല. BJPയുടെ ഒരു ബ്രാൻഡ് അംബാസഡർ ആയിട്ട് തന്നെ
വി രാജേഷ് മാറാനുള്ള സാധ്യതയാണ് കാണുന്നത്. എന്തായാലും ഇത് തിരുവനന്തപുരത്തിന് ഒരു വലിയ ഒരു തിലകുറിയായി മാറുകയാണ്. കേരളത്തിന് തന്നെ അഭിമാനിക്കാം. ഇനി എന്തായാലും തിരുവനന്തപുരം നിവാസികൾക്ക് ലോകത്ത് എവിടെയും ചെന്ന് പറയാം, ഞാൻ തിരുവനന്തപുരം കോർപ്പറേഷനിലുള്ള ആളാണ് എന്ന്. മേയർ ആര്യ രാജേന്ദ്രൻ ഉണ്ടാക്കിയ പേരുദോഷം ഇതാ വി രാജേഷ് തിരുത്തി കുറിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്തുകാർ ഏറെ അഭിമാനത്തോടു കൂടിയുമാണ് നിൽക്കുന്നത്.